ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സലീം, ജനറൽ സെക്രട്ടറി സുബൈർ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ ഇസ്മായിൽ, ഗഫൂർ, ജിഷാൻ, മറ്റു സുഹൃത്തുക്കളെ, മുസ്ലിം യൂത്ത് ലീഗ് ഈ 21-ാം തീയതി കോഴിക്കോട് നടക്കുന്ന മഹാറാലി അമിത വിജയമാക്കുന്നതിന് നമ്മുടെ ജില്ലയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനാണ് എല്ലാ ജില്ലകളിലും നേതൃത്വ സംഗമം കൂടുന്നതിൻ്റെ ഭാഗമായി ഇന്നിവിടെ ചടങ്ങ് സംഘടിപ്പിച്ചു. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായി ജില്ലയിൽ, ഏകദേശം പറഞ്ഞാൽ 3 കൊല്ലമായി ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഗുണം മുസ്ലിം യൂത്ത് ലീഗിനും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലബാർ ജില്ലയോട് കടപിടിക്കുന്ന രീതിയിൽ മലബാറിലെ 3-4 ജില്ലകൾ കഴിഞ്ഞാൽ 6-മതോ 7-മതോ ആയി എണ്ണാൻ പറ്റിയ ഒരു ജില്ല തന്നെയാണ് എറണാകുളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കെൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത്, 80 കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമുണ്ട്. ചരൽക്കുന്ന് ക്യാമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ടി അഹമ്മദ് കബീർ സാഹിബും KP മജീദ് സാഹിബും നേതൃത്വം കൊടുത്ത യൂത്ത് ലീഗ് കമ്മിറ്റി, ബാബാ സാഹിബും നേതൃത്വം കൊടുത്ത യൂത്ത് ലീഗ് കമ്മിറ്റി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമുണ്ട്. വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി, ജീവിത വിശുദ്ധിക്ക് ഇസ്ലാമിക ശിക്ഷണം. ആ ഇസ്ലാമിക ശിക്ഷണവും വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയും ഉറപ്പുവരുത്താൻ ഈ യുവ സംഘത്തെ സജ്ജമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് വളരെ ഖേദത്തോടും പ്രയാസത്തോടും കൂടി പറയട്ടെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 3-ാം മാസത്തിൽ നമ്മുടെ വിരൽ ചുണ്ടുകളെ സൃഷ്ടിച്ച അള്ളാഹു നാളെ പരലോകത്ത് ഈ വിരൽ ചുണ്ടുകളെ വീണ്ടും സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നൊരു വിചാരണയുണ്ട്, അത് നേരിടേണ്ടി വരും, അതിൽ ഒരു സംശയവുമില്ല. നേരത്തെ ഇസ്മായിൽ ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു, അതിന് മുമ്പ് ഒരു വർത്താനമുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കും. ആ ഘട്ടത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, എൻ്റെ നേതാവ് പഠിപ്പിച്ച കായികമന്നത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൽ നിന്നും, പാണക്കാട് പൂക്കോയത്തങ്ങളിൽ നിന്നും, CD സാഹിബിൽ നിന്ന്, CH നിന്ന് രാഷ്ട്രീയം പഠിപ്പിച്ച ടി അഹമ്മദ് കബീർ സാഹിബ് പറഞ്ഞൊരു വാക്കിവിടെ അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട്, ആരെയും മാറ്റി നിർത്താനും ആർക്കും മാറ്റി നിർത്താനും ഈ സംഘടനയിൽ നിന്ന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാർക്കും മനസ്സിലാക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരാഴ്ചയായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ വീട് ഇവിടുന്ന് 100-200 മീറ്റർ അകലെയാണ്. ഇപ്പൊ വന്ന തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി തയ്യാറാണ്.